ഹലോ ഡിയേഴ്സ്, ഇത് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഒരേ വാശി എങ്ങടെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു പ്ലേസ് കണ്ടെത്തിയതാണ് കേട്ടോ. അതാണ് നമ്മുടെ നരിമട. പ്രകൃതി ആസ്വദിക്കുന്നവർക്കും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഒന്ന് കൂളിംഗ് ആവണം, മനസ്സിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്ലേസാണ് നമ്മുടെ നരിമട കേട്ടോ. ഒരു മലയാണ്, മലയുടെ ടോപ്പ് വരെ നമുക്ക് കയറാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ അതുവരെ മുകളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, പകുതി ദൂരെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ, കയറുകയാണ്. കുറച്ച് ദൂരം കയറിയപ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങളവിടെ പകുതി എത്തിയപ്പോൾ നിന്നു. പിന്നെ ഏട്ടനെ കുറച്ചും കൂടെ അങ്ങോട്ട് മുകളിലേക്ക് കയറി വലിയൊരു പാറേൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ്. ഏട്ടൻ കയറിയത് കണ്ടപ്പോൾ രണ്ട് കാന്താരികളും കൂടി പിന്നാലെ കയറി പോകുന്നുണ്ട് കേട്ടോ. സുനിതയ്ക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പകുതി ദൂരെ കയറിയുള്ളൂ. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്ലേസാണ് കേട്ടോ, നല്ലൊരു നാച്ചുറൽ വ്യൂ ഉണ്ടായിരുന്നു. ഇനിയൊരു ദിവസം വരുമ്പോഴാകണം ഏറ്റവും മുകളിൽ വരെ ഒന്ന് കയറണം എന്നൊരാഗ്രഹമുണ്ട്, കയറണം. ഏട്ടനും കുട്ടികളും കൂടി അങ്ങോട്ട് മുകളിൽ വരെ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർ തിരിച്ച് താഴത്തേക്ക് തന്നെ കയറി. ഇനിയും അവിടേക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കാഴ്ച ഉണ്ടെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അവർ കയറിയ ഭാഗത്തു നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. മുകളിലേക്ക് അങ്ങോട്ട് കയറി പോയിട്ടേ താഴെ വന്നിട്ട് വെള്ളം കുടിക്കാൻ. അത് കഴിഞ്ഞത് അവിടെ ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. സീന് കണ്ണടില്ലാതിരിക്കായിരുന്നു. സീന് ഉരുളണ്ട കേട്ടോ, അത് താറ്റിക്കണ്ട കണ്ണട. ഇത് നോക്ക് സീന, പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി മറ്റൊരു പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ മപ്പാട്ടുകര മാരായമംഗലം ചെക്ക് ഡാമിലാണ്. അതിമനോഹരമായ വ്യൂസ് ആണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു ബീച്ചിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീല് കിട്ടുന്നതാണ്. അപ്പൊ ചെർപ്പുളശ്ശേരി ഭാഗങ്ങളിൽ വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ വരാനായിട്ട് നോക്കുക. ഓൺ വോയിസ് അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. എന്നാലും ഓൺ വോയിസ് ഞാൻ പരിശ്രമിക്കും. ഓൺ വോയിസിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വീഡിയോസിലൊക്കെ എത്താനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, മാക്സിമം. ഇതൊരു ചെക്ക് ഡാമാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം അധികം വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കയറും. ഇപ്പോൾ വേനൽക്കാലമല്ലേ, അധികം അങ്ങോട്ട് വെള്ളമില്ല, പക്ഷേ നല്ല ഒഴുക്കുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഒഴുക്കേ ഉള്ളൂ കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഓരോ ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ കടകളോ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല, ഓരോ ഐസ്ക്രീം വണ്ടി ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു ചായക്കട എന്തൊക്കെയോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ചെന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. ശ്രീനിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതാണല്ലേ. ശ്രീനുവിന് വീഡിയോ നമ്മൾ അറിയാതെ എടുക്കണം കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവൾ വേഗം മുഖം തിരിക്കും, അതാണ് അവളുടെ സ്വഭാവം. മക്കൾ മൂന്നും കൂടെ അവിടെയൊക്കെ ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ വെള്ളത്തിൻ്റെ സൈഡിലെ പാറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നേരെ ശ്രീനും ഏട്ടനും കൂടിയും
നേരെ അപ്പുറത്തെ സൈഡിലേക്ക് ആ കോണിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണത് വീഡിയോയിൽ പെട്ടിട്ടില്ല, പക്ഷെ വരുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് നടന്നിട്ട്. എനിക്ക് പേടിയായിട്ടോ. ഞാൻ ഇറങ്ങാൻ നോക്കി, പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര പേടി. അപ്പോൾ അവിടെ തന്നെ നിന്നു. ചെറിയൊരു കോണിയാണ്, വീതി കുറഞ്ഞ സ്റ്റെപ്പൊക്കെയാണ്. അതൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായി. പിന്നെ അതാ ഏട്ടനും കുട്ടികളും എങ്ങനെയൊക്കെ ഇറങ്ങി. അവർക്ക് പിന്നെ പെട്ടെന്ന് കയറിയും ഇറങ്ങിയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, കുട്ടികൾക്കാണെങ്കിലും പിന്നെ ജെൻസിനാണെങ്കിലും. അപ്പോൾ അവിടെ കയറി അതുവരെയൊക്കെ പോയി വന്നു. പിന്നെ ഞങ്ങളിതാ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഇടയ്ക്ക് നല്ലൊരു മഴത്തൂഴലുണ്ടായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ ഒരു വെള്ളം ക്യാമറയിൽ വീണിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കില്ലേ.